ജൈവമാലിന്യ സംസ്കരണത്തിന് ആധുനിക സംവിധാനമായ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് വണ്ടൻമേട് പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രതിദിനം 2000 കിലോ വരെ ജൈവമാലിന്യങ്ങൾ പുതിയ യൂണിറ്റിലൂടെ സംസ്കരിച്ചെടുക്കുവാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനക്കേരി യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വണ്ടൻമേട് പഞ്ചായത്തിലെ 1, 2, 17, 18 വാർഡുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങളാണ് എല്ലാ ദിവസവും പുതിയ യൂണിറ്റിലൂടെ സംസ്കരിച്ചു മാറ്റുന്നത്. നിലവിൽ തുമ്പൂർ മൂഴി സംസ്കരണ യൂണിറ്റാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഇതിനെ പുതിയ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റാക്കി മാറ്റുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് നമുക്ക് ഏതായാലും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ മാലി കറുവാക്കുളം അടങ്ങുന്ന 3 വാർഡുകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തുള്ള പ്രവർത്തനം. ഈ 3 വാർഡുകളിലെ വേസ്റ്റുകൾ മാത്രം ഫുഡ് വേസ്റ്റുകൾ എടുത്താൽ പോലും ഏതാണ്ട് ഒരു 1500 കിലോയോളം നമുക്ക് ഇതിനകത്ത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ള ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വണ്ടൻമേട് പഞ്ചായത്ത് വിപുലമായ വലിപ്പത്തിലുള്ള ഒരു പഞ്ചായത്താണ്. എനിക്ക് ഏതാണ്ട് 14 സ്കൂളുകൾ തന്നെയുണ്ട്. അതുകൂടാതെ ഓഡിറ്റോറിയങ്ങൾ നമുക്ക് ഒരുപാട് ഒരു 10-15 ഉണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ GP രാജൻ, സന്ധ്യ രാജ, സെൽവി ശേഖർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ലിജി, സൂസൻ ജൂലിയൻ, നിഷ PB, എബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ സംസ്കരണ യൂണിറ്റിലൂടെ പ്രതിദിനം 1500 മുതൽ 2000 കിലോ വരെ ഭക്ഷണ അവശിഷ്ടങ്ങൾ അടക്കമുള്ള ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, അണക്കര.